ഡോ എന്തൊരു പെർഫോമൻസ് ആയിരുന്നോ, ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. നാഗയക്ഷിയമ്മേ, കളം കൈക്കൊണ്ടാലും ഈ വർഷത്തെ ചടങ്ങുകൾ കഴിഞ്ഞു. ഇനി അടുത്ത വർഷം. നേരെ ഒരുപാടായി, ഇനി ഞാൻ പോട്ടെ. പൊക്കോളാൻ പറയാൻ എനിക്ക് തോന്നുന്നില്ല. പോവാൻ എനിക്കും തോന്നിട്ടല്ല, പെട്ടെന്ന് അവരെങ്ങനെ വന്നാലോ. വിപിൻ എന്റെ കൂടെ ഉണ്ടാവല്ലോ അല്ലേ? തനിക്കെന്താ എന്നെ സംശയം തോന്നിയോ? സംശയം തോന്നിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിക്കില്ലായിരുന്നല്ലോ, ഇതൊന്നും നടക്കില്ലായിരുന്നല്ലോ. എനിക്കെന്റെ മോഡലിംഗ് കരിയറിന് ഒരു സപ്പോർട്ട് വേണം, പിന്നെ ലൈഫിലൊരു കൂട്ടും. വാക്ക് ഇനി എങ്ങോട്ടെല്ലാം പ്ലാൻ ചെയ്യുന്നതും നടത്തുന്നതും നമ്മൾ ഒന്നിച്ചാവും. എനിക്കത് മതി. ശ്രേയ പറഞ്ഞ് മനസ്സിലാക്കണം, മനസ്സിലാക്കിയല്ലേ പറ്റൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വേഗം ഇറങ്ങ. ഇതേതാടി വണ്ടി? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഹരിയേട്ടനടുത്ത് ആരെങ്കിലും വന്നായിരിക്കും. ഹരിയേട്ടൻ ഇവിടെ ഇല്ലല്ലോ, സർപ്പക്കളത്തിലേക്ക് പോയപ്പോ നമ്മൾ അവിടെ കണ്ടതല്ലേ. പിന്നെ ഇതാരാ? ആരായാലും വരട്ടടാ, എന്നിട്ട് നമുക്ക് പോവാം. എന്തായാലും പ്രസിഡന്റെ മനസ്സ് നിറഞ്ഞു. ഈ അതിർത്തിയിൽ കാവല് നിൽക്കുന്ന പട്ടാളക്കാരന് നാട് കാണുക, നാട്ടുകാരെ കാണുക എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു സന്തോഷാണേ. ഇത്ര ഗംഭീരമായൊരു ചടങ്ങ്, ഇതിൽ കൂടുതൽ വെൽക്കം വേറെ എവിടെ നിന്ന് കിട്ടാനാ? ചടങ്ങുകളൊക്കെ വർഷാവർഷം നടക്കാറുള്ളതാണ്. പക്ഷേ ഇന്നത്തെ സ്റ്റാർ സുജാതയാ, അത് പറയാതിരിക്കാൻ വയ്യ. ആ പെണ്ണുമ്പിള്ളയുടെ നാവിറങ്ങി പോയില്ലേ, ഇതിന്റെ മേലെന്തെങ്കിലും പറയാൻ വേണ്ടേ? അതല്ലേ എന്റെ ശ്രീമതി. എപ്പോ എന്ത് ചെയ്യണോന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ എന്റെ കുടുംബത്തിന്റെ താക്കോൽ ഞാൻ ശ്രീമതിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. മോള് വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ അത്രയെങ്കിലും പറയണോന്ന് തോന്നി. ഒരുപക്ഷെ അവളുടെ അമ്മയുണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊരു അവസ്ഥയിൽ അവളെ ഇങ്ങനെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഹലോ, എവിടാ? ഇപ്പൊ വരാവേ. ഹലോ, ഇതെവിടെ പോയതാ? എന്താ പ്രശ്നം? താൻ ഈ വണ്ടി കൊണ്ടുവിട്ടിട്ട് എവിടെ പോയെന്നാ ചോദിച്ചത്. അത് നിങ്ങളോട് പറയേണ്ട കാര്യം എന്താ? അതെ, ഞങ്ങൾ ഈ നാട്ടുകാരൊക്കെ തന്നെയാ. അതിന് നാട് മൊത്തം വിലക്ക് മേടിച്ചിട്ടില്ലല്ലോ. ഇവിടെ എന്താ യാത്രാ സൗകര്യം ഇല്ലേ? അങ്ങനെ പലതും പറഞ്ഞങ്ങ് പോയാലെങ്ങനെ? എവിടേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. പറയാനിപ്പോ സൗകര്യം ഇല്ലെങ്കിലോ? അതെ ചേട്ടാ, നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മളെ ചെറിയല്ലേ പ്രശ്നമാവുകയെ.
പ്രശ്നങ്ങളെ ഞാൻ ഒരുപാട് കണ്ടുള്ളതാ. പോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിടിക്കണവനെ. നാട്ടുകാരെ പഠിപ്പിക്കാൻ പറ്റുന്നതാ. ഹരിയേട്ട് വന്നു. എന്താടാ എന്താ അവിടെ ഒരു ബഹളം? ഹരിയേട്ടാ, ആ വണ്ടി കുറെ നേരമായിട്ട് അവിടെ കിടക്കുക. ആരാ എവിടെ പോയതെന്നൊക്കെ ചോദിച്ചപ്പോ അയാൾ തള്ളു കാണിക്കുക. അതാരാടാ? പോന്നു. അയാൾ എവിടുന്നാ വന്നത്? ഹരിയേട്ടന്റെ വീടിന്റെ ഭാഗത്തുനിന്നാന്ന് തോന്നുന്നു. ആ അവിടുന്ന്. ഹരി, അങ്ങോട്ട് ആരും വരാനില്ലല്ലോ. എടാ, വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കുഴപ്പക്കാരായിരിക്കും. അല്ലെങ്കിൽ ഇവര് ചോദിച്ചതിന് നേരെ ചൊവ്വ മറുപടി പറഞ്ഞാൽ എന്താ? നമുക്ക് ധർമ്മ മാഷിന്റെ വീട്ടിലൊന്ന് ചോദിക്കാം. അവിടെ ആരെങ്കിലും വന്നാലും വണ്ടി പുറത്ത് കിടക്കും. ആ, അത് ശരിയാ. നിങ്ങൾ വാ. ആ, ഇങ്ങോട്ട് വേണം. ഞാൻ എന്തുകൊണ്ടാ സംശയിച്ച് അവളുടെ പുറകെ നടന്നതെന്ന് മനസ്സിലായി നിനക്ക്? ഒരുത്തിയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. വെളിച്ചത്ത് ചിരിക്കുന്ന പെണ്ണെ ഇരുട്ടത്ത് ചതിക്കും. സാർ, ഇത് കാണേണ്ടതേ ഞാനോ നീയോ അല്ല. ഇവളെ സീതാദേവിക്ക് പകരം കാണുന്ന എന്റെ അമ്മയാ. അത് വന്നു സാർ. നീ വാടാ. അമ്മേ, നീ ഇത് എവിടെ പോയിരിക്കായിരുന്നു? പോകണ്ടേ നമുക്ക്? പോവാം. അതിനു മുമ്പേ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. എന്ത് കാര്യം? പറഞ്ഞു മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് കണ്ടു മനസ്സിലാക്കുന്ന. അമ്മ വന്നേ. അമ്മയ്ക്ക് മനസ്സ് നിറയുന്ന ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. എന്താടാ എന്തൊക്കെയാ നീ പറയുന്നേ? ശരവണ, ഇവനിതെന്തു പറ്റി? മിന്നുന്നതെല്ലാം പൊന്നലെന്ന് കുഞ്ഞുനാളിൽ എനിക്ക് അമ്മയല്ലേ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുതന്നെ എനിക്കിപ്പോഴും പറയാനുള്ള അമ്മയോട്. അമ്മ കണ്ട തിളക്കം സ്വർണമല്ല. വാ, വന്നേ. ഇവന്റെ കാര്യം. ഇവനിത് എന്തു പറ്റി? അമ്മ ഒന്ന് വന്നേ. എടാ, ഞാൻ പറയുന്നത് നീ കേൾക്ക്. എടാ, നീ ഇനിയെങ്കിലും കാര്യം എന്താന്ന് വെച്ച് തുറന്നു പറ. കാര്യമുണ്ട്. ഇതിനേക്കാൾ വലിയ കാര്യം വേറെ ഒന്നുമില്ല. അമ്മ വന്നേ, വാ. എടാ, എണീറ്റ് വാ. എടാ, എടീച്ചില്ലേ? ഞാൻ വന്നേക്കാം. വാ, നിങ്ങൾ കൂടി വാ. എടാ, എന്താടാ? എന്താടാ? എന്താ അമ്മേ? അറിയില്ല മോളെ. എന്തോ കാഴ്ച കാണിച്ചു തരാനുണ്ടെന്നും പറഞ്ഞ് ഇവൻ ഞങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടു വന്നതാ. അല്ല, മോളെന്താ ഇവിടെ നിൽക്കുന്നത്? അത് ഞങ്ങളെല്ലാവരും കൂടി വിളക്കും പാത്രമൊക്കെ തരംതിരിച്ചു വെക്കായിരുന്നു. എല്ലായിടത്തേക്കും തിരിച്ചു കൊടുക്കാനുള്ളതല്ലേ. ജീവ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ദേ ഏട്ടാ, വെറുതെ കളിക്കല്ലേ. കാര്യം എന്താന്ന് പറ. ജീവ, വെറുതെ മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ. സർപ്രൈസാ. ഞാൻ സത്യത്തിൽ എന്തിനാ എല്ലാരും കൂട്ടി ഇങ്ങോട്ട് വന്നേന്ന് അറിയാവോ? നിത്യോട് യാത്ര വയ്ക്കാനാ. നമ്മൾ ഇറങ്ങാന്ന് അച്ഛൻ പറഞ്ഞില്ലേ? മൈ ഗോഡ്, ഇതായിരുന്നോടാ കാര്യം. സുജാതേ, ഇവനെ എന്തോ ചെയ്യേണ്ടെന്നറിയാമോ? നല്ല അടി കിട്ടാത്തതിന്റെ കുറവുണ്ട് നിനക്ക്. ചേച്ചി ഇതൊന്നും കണ്ട് ഭയക്കണ്ട കേട്ടോ. ഇദ്ദേഹത്തിന്റെ കയ്യിലേ ഇതുപോലത്തെ സർപ്രൈസുകൾ നിറയുണ്ട് ഇനി. ഞാൻ വല്ലാതെ പരിഭ്രമിച്ചു പോയി. ഞാനും അതെ. നമ്മുടെ നാട്ടിൽ വന്നിട്ട് അതിഥികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. എന്തായാലും എല്ലാവരെയും വിളിച്ചോണ്ട് വന്നതല്ലേ, യാത്ര പറയാൻ വേണ്ടി. നീ തന്നെ ആദ്യം യാത്ര പറഞ്ഞു. ഒന്ന് പോവാമ്മേ. മോളെ,
എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയിപ്പോ നിശ്ചയത്തിന്റെ കാര്യങ്ങൾ നോക്കാം നമുക്ക്. ആ അതെ, അതങ്ങനെ വൈകിക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് തന്നെ ആവണേന്നാ നിത്യയുടെ അച്ഛനോട് എനിക്ക് പറയാനുള്ളത്. സന്തോഷം. എന്നാ ചേച്ചി ഞങ്ങൾ പോയിട്ട് വരട്ടെ. നിന്നെ കണ്ട അന്ന് മുതല് അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നല്ല കാര്യങ്ങളാ. ഇപ്പൊ ഈ സർപ്പക്കളത്തിനും സാക്ഷിയായി. എന്നാ ശരി മോളെ. വാടാ. അമ്മേ, അത് പുറത്തിരുട്ട് എപ്പോഴും സുരക്ഷിതമല്ല. എന്താ? ഏയ്, ഇറങ്ങട്ടെ എന്ന് പറഞ്ഞതാ. എന്നെ സർ? തെളിവടക്കം പിടിച്ച് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലിടണം. എന്നാലേ അവർ വിശ്വസിക്കൂ. നീ നോക്കിക്കോ, ഇന്ന് വാഴ്ത്തിയവളെ അമ്മ തള്ളിപ്പറയുന്നൊരു ദിവസം ഉണ്ടാവും. വൈകാതെ തന്നെ. കടവുളെ, നീ എന്നെ പാക പോകരുതെന്ന് ആർക്ക് തെരിയും? ധർമ്മമാഷിന്റെ വീട്ടിലോ ആരും ചെന്നിട്ടില്ല. പിന്നെ അതാരായിരിക്കും? വീണേ, എടി വീണേ, വീണേ. മോളെ, നീ എപ്പോഴാ കിടന്നേ? മുത്തശ്ശിക്ക് മരുന്ന് കൊടുത്ത് ഉടനെ ഞാൻ കിടന്നു. എന്താച്ചാ? ഇതുവഴി ആരെങ്കിലും പോകുന്ന ശബ്ദം മറ്റോ നീ കേട്ടായിരുന്നോ? ഇല്ല ഹരിയേട്ടാ, ഞാൻ കിടന്നങ്ങനെ ഉറങ്ങിപ്പോയി. എന്താ കാര്യം? അല്ല, ഞങ്ങള് വരുന്ന വഴിക്ക് നമ്മുടെ തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്ന് ഒരു കാർ എടുത്തുള്ള ഒരാളങ്ങ് പോയി. അല്ല, പയ്യന്മാർ അവനെ തടഞ്ഞു നിർത്തി ആരാ എന്താന്നൊക്കെ ചോദിച്ചു. ആളിത്തിരി ബഹളം വെച്ചാ പോയെന്ന് പറഞ്ഞു. അയ്യോ, അതാരാ നമ്മളെ ചുറ്റുവട്ടത്ത് വന്ന് അങ്ങനെ ബഹളം വെക്കാൻ? ഞങ്ങൾ വന്ന് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴേക്കും ആളങ്ങ് പോയി കഴിഞ്ഞു. ഈ ചുറ്റുപാടുള്ള 1-2 വീടുകളിലൊക്കെ ഞങ്ങൾ തിരക്കി. അവിടെയൊന്നും ആരും വന്നിട്ടുമില്ല. വല്ല കള്ളന്മാരും ആയിരിക്കും അച്ഛാ. ആർക്കറിയാം? ഇനിയിപ്പോ നാളെ രാവിലെ അതിന്റെ ബാക്കി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാം. ആ, നീ പോയി കിടക്കാൻ നോക്കുമോളെ. ചെല്ലേ. അമ്മാവനും കിടക്കുമല്ലേ? ആ, നീയും പോയി കിടന്നോ. ആ, നീ കുറച്ച് വെള്ളം എടുത്തേ. എന്തു പറ്റി അച്ഛാ? എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? കുറെ നേരം തിക്കും തിരക്കിൽ നിന്നിട്ടാണെന്ന് തോന്നുന്നു. തലയ്ക്കൊരു കനം പോലെ. എന്നിട്ടെന്താ അച്ഛൻ അവിടെ വെച്ച് പറയാതിരുന്നേ? അവിടുന്ന് ഡോക്ടറെ അടുത്തേക്ക് പോവായിരുന്നല്ലോ. ഇത് തന്നെയാ പറയാത്തതിന്റെ കാരണം. എന്തെങ്കിലും ഒരു ക്ഷീണം തട്ടിയ ഉടനെ ഇത് തുടങ്ങുമല്ലോ. അച്ഛന് വയ്യ, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഡോക്ടറെ അടുത്ത് പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഇത് തനിയെ മാറിക്കൊള്ളും. അച്ഛനോട് ഞാനൊരു കാര്യം പറയട്ടെ? എന്റെ അസുഖത്തിന്റെ കാര്യമാണെങ്കിൽ അതിന് വലിയ ചർച്ചയൊന്നും വേണ്ട. അതല്ല, അച്ഛൻ അവരോടൊന്ന് സംസാരിക്കണം. കല്യാണം തിരക്ക് പിടിച്ച് നടത്തണ്ടെന്ന് പറയണം. അതെന്താ ഇപ്പൊ അങ്ങനെ? അച്ഛൻ്റെ ഈ അവസ്ഥയില് എനിക്ക് അച്ഛൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഒന്നുകിൽ വിവാഹം കഴിഞ്ഞ് ഞാൻ പോകുമ്പോ
അച്ഛൻ എന്റെ കൂടെ ഉണ്ടാവണം. അല്ലെങ്കിൽ വിവാഹമേ വേണ്ടെന്ന് വെച്ച് ഇന്നും ഞാൻ അച്ഛന്റെ കൂടെ തന്നെ നിന്നോളാം. നാട്ടു നടപ്പുള്ള കാര്യമാണോ കുട്ടി നീ പറയുന്നേ? ഒരു കൂട്ടരോട് ഒരു കാര്യം ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനൊരു മര്യാദയൊക്കെ വേണ്ടേ? എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ മനസമാധാനത്തോടെ ഇവിടെ കഴിഞ്ഞോളാം. പിന്നെ എന്തെങ്കിലും വന്ന അധികം ദൂരമൊന്നുമില്ലല്ലോ നിനക്ക് ഇങ്ങോട്ട് വരാൻ. പിന്നെന്താ? അത് മാത്രമല്ല, വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ആ അമ്മ വളരെ നല്ലവരാണ്. എനിക്ക് കിട്ടാതെ പോയൊരമ്മയുടെ സ്നേഹം അവരിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മകന്റെ കാര്യം. എന്താ മോളെ നീ പറയുന്നത്? എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അച്ഛാ. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തില് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ. ഇന്ന് തന്നെ കണ്ടില്ലേ, എന്തോ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി എന്റെ അടുത്തേക്ക് വന്നതും പിന്നീട് പെട്ടെന്ന് മാറ്റി പറഞ്ഞതൊക്കെ. മാറ്റി പറഞ്ഞോ? എന്തു മാറ്റി പറഞ്ഞു? അവരച്ഛനും അമ്മയും മക്കളും ഒക്കെ തമാശ പറഞ്ഞും പരസ്പരം ചിരിച്ചും കളിച്ചും പോകുന്ന കൂട്ടത്തിലായിരിക്കും. അല്ലാതെന്താ? അല്ല അച്ഛാ, എന്തോ ഒരു പ്രശ്നം എന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് തെളിച്ചു പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഈ കല്യാണം തിരക്കിട്ട് വേണ്ടെന്ന്. ഒന്നുകൂടി ആലോചിച്ചിട്ട് പതുക്കെ. നോക്കുമോളെ, ഏതെങ്കിലും ഒരു വിധത്തിൽ ഇതൊന്നും മുടങ്ങിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരുത്തി പുറത്തുണ്ട്. നളിനിയുടെ പെരുമാറ്റം ഇന്ന് നീ കണ്ടതല്ലേ? അത്രയാളുടെ മുമ്പിൽ വെച്ച് നിന്നെ മാനം കെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടല്ലേ അവള് വന്നേ? അവന്റെ അമ്മ ചെയ്തെന്താ? നിന്നെ ചേർത്ത് പിടിച്ചു, അഭിമാനത്തോടെ ഇതെന്റെ മോളാണെന്ന് വിളിച്ചു പറഞ്ഞു. കുറെ കാലത്തിനിടയിൽ അച്ഛൻ ഏറ്റവും അഭിമാനത്തോടെ കണ്ട നിമിഷം അത് അറിയോ? എന്റെ മോള് വേറെ ഒന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ട. നല്ലൊരു സ്ഥലത്തേക്കാണ് നീ പോകുന്നത്. അത്രയും നല്ലൊരു അമ്മയുടെ മകന് ഒട്ടും മോശമാകാൻ പറ്റില്ല. അവര് നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. ശാരീരികമായി ചെറിയൊരു ക്ഷീണം തോന്നിയാലും മാനസികമായി നിന്റെ അച്ഛനിപ്പം നല്ല കരുത്താ. എന്റെ കുട്ടിക്ക് നല്ലതേ വരൂ. എടി എഴുന്നേക്കാൻ. എന്തൊരു ഉറക്കാടി? നേരം വെളുത്തിട്ട് എത്ര സമയമായി? നീ എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അല്ല, നീ ലേറ്റ് ആയിട്ടാണോ കിടന്നേ? അല്ല, നേരത്തെ കിടന്നു. നിന്റെ മുഖത്ത് എന്തോ കള്ളലക്ഷണം ഉണ്ടല്ലോ. സത്യം പറയടി, രാത്രി മുഴുവൻ നീ ആരോടെ സൊള്ളിക്കൊണ്ടിരുന്നേ? ഏതേലും കള്ളക്കാമുകന്മാരുണ്ടോ നിനക്ക്? കാമുകനോ? എനിക്കോ? പറയാൻ പറ്റില്ല. കട്ടുകുടിക്കുന്ന പൂച്ചകളാ ഇപ്പൊ ധാരാളം. വിപിൻ ഇന്നലെ രാത്രി നല്ല തിരക്കായിരുന്നു. എന്താ? നിന്നെ ഉറക്കം വിട്ടില്ലേ? ഞാൻ ഇന്നലെ രാത്രി വിപിൻ ഒരുപാട് വിളിച്ചു നോക്കി. നല്ല തിരക്കാണെങ്കിൽ അവൻ ഫോൺ ഓഫ് ചെയ്യും. ഇന്നലെ ഫുൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. പക്ഷെ എന്താന്നറിയില്ല, ഇന്നലെ എനിക്കും ശരിക്കും അങ്ങോട്ട് ഉറങ്ങാൻ പറ്റിയില്ല. എന്തൊക്കെയോ തോന്നലുകൾ. എന്ത് തോന്നലുകള്? അങ്ങനെ ചോദിച്ചാ ഒന്നും ക്ലിയർ ആവുന്നില്ല. പക്ഷെ അവൻ എന്റെ അടുത്തുനിന്ന് എന്തോ ദൂരത്തേക്ക് പോകുന്ന പോലെ ഞാൻ അങ്ങ് വല്ലാതായി പോയി. അതെ, ഞാൻ നിന്നെ കൂട്ടി പുറത്തു പോകാനാ വന്നത്. നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് റെഡിയായിട്ട് വാ. എനിക്കൊട്ടും വയ്യടി, നല്ല ക്ഷീണമുണ്ട്. ഇത് കേൾക്കാനാണോ ഞാൻ ഇത്രയും ദൂരം വന്നേ? പനി പിടിച്ച് വിറങ്ങലിച്ച് കിടക്കുമ്പോഴും പുറത്തു പോവാൻ വിളിച്ച ചാടിത്തുള്ളി ഇറങ്ങുന്നവളാണല്ലോ നീ. എനിക്കിപ്പോ ശരിക്കും വയ്യാഞ്ഞിട്ടാടി. നീ പൊയ്ക്കോ. എങ്കിൽ ശരി. ഇന്നലെ രാത്രി മുഴുവൻ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വിപിനെ വിളിച്ചു. ഞാൻ സങ്കടം പറഞ്ഞപ്പോ എന്നാ പിന്നെ പോര്, നമുക്ക് നേരിട്ട് കാണാന്ന് പറഞ്ഞു. ഞാനൊരു സർപ്രൈസ് ആയിട്ട് നിന്നെയും കൂട്ടാന്ന് കരുതിയതാ. വിപിൻ വരുന്നുണ്ടോ? ആ ഉണ്ട്. എങ്കിൽ ഞാനും വരാം. അപ്പൊ നിന്റെ അസുഖം? ആ, ഒന്നും സാരമില്ല. വിപിനെ ഒന്ന് കാണണമല്ലോ. അല്ല, നിന്നിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്ന് അയാളോടൊന്ന് പറയണ്ടേ? അത് ഞാൻ പറഞ്ഞോളാം. നീ ഇരിക്കും, ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം.
എക്സ്ക്യൂസ് മീ, മമതയല്ലേ? അതെ, ആരാ? ഒരു മിനിറ്റ് മമത അങ്ങോട്ടൊന്ന് വരൂ. എൻ്റെ പേര് ശ്രീനീന്ന. മമതയുടെ ഫ്രണ്ടില്ലേ നിത്യ? ആ, നിത്യയെ വിവാഹം കഴിക്കാൻ പോകുന്നത് എൻ്റെ സുഹൃത്താ. ഓ അത് ശരി. എന്താ ഇവിടെ? ആക്ച്വലി ഞാൻ മമതയെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. അല്ല, ഞങ്ങൾ ഈ ഫ്രണ്ട്സിനിടയിൽ നല്ല ബോണ്ടിങ്ങാണ്. അപ്പം എല്ലാവരുടെയും കാര്യങ്ങൾ ഞങ്ങൾ പരസ്പരം അന്വേഷിക്കാറുണ്ട്. അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണമല്ലോ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കൂട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അറിയണമെന്നില്ല. ഇപ്പൊ നിത്യയെക്കുറിച്ച് എന്താ അറിയണ്ടേ? നിത്യക്ക് പ്രണയം വല്ലതും? കോളേജ് ആകുമ്പോൾ അതിനൊക്കെ സാധ്യതയുണ്ടല്ലോ.